Hey guys, welcome to day 8 of English Naturality program. അപ്പോൾ നമ്മൾ നാച്ചുറാലിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 8ാമത്തെ ദിവസമാണ്. എന്നാൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. കാരണം ഇതുവരെ നമ്മൾ കവർ ചെയ്ത സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു 20% അല്ലെങ്കിൽ ഒരു 15% ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ കമ്പാരിറ്റീവ്ലി. പക്ഷേ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് 80% യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഒരിക്കലും വേറെ ഏത് ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാലും നാച്ചുറാലിറ്റി പ്രോഗ്രാമിൽ ഈ ക്ലാസ് മിസ് ചെയ്യരുത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ ഹിയർ യു ഗോ. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കവർ ചെയ്ത ഞാൻ ഒരു ചെറിയൊരു റീക്യാപ്പ് വരാം. അപ്പോൾ നാച്ചുറാലിറ്റി പ്രോഗ്രാം തുടങ്ങിയിട്ട് നമ്മൾ കോമൺ ഇഡിയംസ്, കോമൺ ആയിട്ടുള്ള ഫ്രേസസ് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. എന്നിട്ടാണ് നമ്മുടെ എന്തിലേക്ക് വന്നത്, നേറ്റീവ് സെൻറ്റൻസ് പാറ്റേണിലേക്ക് വന്നു. എന്നിട്ട് അതിൽ V1 വെച്ചിട്ടുള്ള കുറേ യൂസേജ്, ഫോർ എക്സാമ്പിൾ ഹാവ് ടു, ഹാഡ് ടു, സപ്പോസ് ടു, ലൈക്ലി ടു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. V1 വെച്ചിട്ടുള്ള കുറേ കവർ ചെയ്തു. V3 വെച്ചിട്ടുള്ള മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ്, പിന്നെന്താണ് കുഡ് ഹാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15% ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. എന്നാൽ നിങ്ങൾക്ക് എല്ലാ നെഗറ്റീവ് ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവില്ല. ക്യാന്, കുഡ്, വുഡ്, മേ, മസ്റ്റ്, മൈറ്റ്, ഷാള്, ഷുഡ്, ഈ സാധനങ്ങളാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ കുറേ എണ്ണം വളരെ സിമ്പിളാണ്. എന്നാൽ കുറച്ചെണ്ണം അവിടെ ഇവിടെ കുറച്ച് എഡ്ജ് കേസ് വെച്ചിട്ട് കുറച്ച് കോംപ്ലക്സ് ആണ്. ആൾക്കാർക്ക് കറക്റ്റ് അറിയില്ല ഇത് എന്താണ് ഇതിൻ്റെ എക്സാക്ട് മീനിങ് എന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. സോ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് കവർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത് ക്യാനും കുഡും ആണ്. ഇന്ന് ക്യാനും കുഡും മാത്രം കവർ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി എംഫസൈസ് കൊടുക്കണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇരുത്തി മനസ്സിലാക്കി എല്ലാ കേസും സെറ്റ് ആക്കിയിട്ട് മാത്രം അടുത്തതിലേക്ക് മൂവ് ചെയ്താൽ മതി. സോ ഇന്ന് നമ്മൾ ക്യാനും കുഡും ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഈ മോഡാൽസ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ സാധനങ്ങൾ നമുക്ക് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 3 റൂൾ എന്ന് പറഞ്ഞാൽ ഓർത്തേക്കേണ്ട സാധനം ഒന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഫസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത് നമ്മളെ ബേസിക് സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ പഠിപ്പിച്ചു തന്നില്ലേ, സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതിൽ ഓക്സിലറിയുടെ പ്ലേസിലാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാൻ പോകുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ സബ്ജക്റ്റ് യൂസ് ചെയ്തു, ഇന്നിട്ട് ഇപ്പോൾ ക്യാൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻ. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ഡു ദാറ്റ് or he could swim. അപ്പോൾ ഇവിടെയാണ് ഈ ഓക്സിലറിയുടെ ആ പ്ലേസിലാണ് നമ്മൾ പഠിപ്പിച്ചു തരാൻ പോകുന്ന എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റൂൾ ക്ലിയർ അല്ലേ, സിമ്പിൾ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് V1 ആണ് എല്ലാത്തിനും വരുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. സബ്ജക്റ്റ് ഓക്സിലറിയുടെ പ്ലേസിലാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ V1 ആണ് എല്ലാ സാധനത്തിനും, ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്ന എല്ലാ സാധനത്തിനും V1 തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് റൂൾ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ റൂള്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് നമ്മളെ ഈ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ചിട്ട് ഓക്സിലറിയിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഡസ്സും ഡൂ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സിംഗുലാർ വന്നു കഴിഞ്ഞാൽ ഡസ്, പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഡൂ, ഇങ്ങനെ കുറേ ഓക്സിലറീസ് ഇങ്ങനെ ചേഞ്ച് ആയി കളിക്കും. അന്ന് ഈ ഓക്സിലറീസിന് അങ്ങനെ ഒരു ചേഞ്ച് വരില്ല. അതായത് ഇപ്പോൾ ദേ വരുന്നുണ്ടെങ്കിലും ക്യാൻ ആണ്, ഹീ വരുന്നുണ്ടെങ്കിലും ക്യാൻ ആണ്. അതല്ലാതെ ക്യാനിൻ്റെ കൂടെ എസ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഹീ ക്യാൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും ഈവന്മാർ ഓക്സിലറീസിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് കാണാപ്പാടം പഠിക്കാനോ അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഓക്സിലറീസ് ഇല്ല, ഡു, ഡസ്, അതിനൊന്നും കുത്തിക്കയറേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ഇവന്മാർ ഓക്സിലറി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മോഡൽ ഓക്സിലറീസ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഓക്സിലറി പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം ഓക്സിലറിയുടെ പ്ലേസിലാണ് ഇവന്മാർ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഓക്സിലറിയുടെ ബാക്കിൽ, അതായത് ക്യാനിൻ്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഡിൻ്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ മീനിങ് സ്വിച്ച് ചെയ്തിട്ട് നെഗറ്റീവ് ആവും. അപ്പോൾ ഹി ക്യാൻ സ്വിം അവർക്ക് നീന്താൻ കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ്റെ ബാക്കിൽ ഒരു നോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ നേരെ നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ അതിനെ ചേർത്ത് എഴുതുന്നതാണ് ഹി കാൺട്ട് സ്വിം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഹി കാൺട്ട് സ്വിം എന്ന് പറഞ്ഞാൽ അവർക്ക് നീന്താൻ കഴിയില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ, അതായത് നമ്മൾ ഓക്സിലറീസിൻ്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ സെയിം ഓക്സിലറിയുടെ വേറൊരു ഓക്സിലറി ഡസ്സോ അങ്ങനെ ഒരു സാധനത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെയിം സാധനത്തിൻ്റെ ബാക്കിൽ നോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. ആ സെയിം ഓക്സിലറിനെ പിടിച്ച് ഫ്രണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയി മാറും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 3 സാധനങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സാധനമാണ്. ഞാൻ ഒന്നും കൂടി നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ക്യാനും കുഡും പോയിട്ട് കവർ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം പിന്നെ ഇത് കുറച്ച് പേർക്ക് ഇപ്പോൾ ക്യാനിൻ്റെ യൂസ് കേസ് നോക്കുന്നുണ്ടെങ്കിൽ, ക്യാൻ എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കി വെച്ചേക്കണത് ജസ്റ്റ് എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് നീന്താൻ കഴിയും, അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയും, നിനക്കത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കഴിയും, ഇങ്ങനെ കഴിയുമെന്നുള്ള ഒരു യൂസ് കേസ് മാത്രമാണ് കുറേ ആൾക്കാർക്ക് അറിയുള്ളൂ. എന്നാൽ ഇതിന് വേറെ കുറച്ച് ഡിഫറെൻറ്റ് യൂസ് കേസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണമാണ് നമുക്ക് കവർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും കവർ ചെയ്ത് തരില്ല. പക്ഷേ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കവർ ചെയ്യുന്നത്. സോ അപ്പോൾ ക്യാനിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ
ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ എബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ എനിക്ക് നീന്താൻ കഴിയും, അതല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയും, അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും, ഇങ്ങനെ ചെയ്യാൻ കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് അവനെ വിളിക്കാൻ കഴിയും എന്നൊക്കെ, അങ്ങനെ കഴിയും, നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റത്തെ ഒരു യൂസ് കേസ്. ചെയ്യാൻ കഴിയും, എബിലിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ യൂസ് കേസ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് കവർ ചെയ്യാം, എന്നിട്ട് അടുത്തേക്ക് പോകാം. അപ്പോൾ എബിലിറ്റിയുടെ കേസ് പറയുമ്പോൾ നോക്കിക്കോ, ചെയ്യാൻ കഴിയും. അപ്പോൾ ഐ ക്യാൻ സ്വിം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഐ ക്യാൻ സ്വിം കിട്ടിയത്? നമ്മളുടെ ഇവിടെ കവർ ചെയ്ത ആ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ്, ഓക്സിലറി, വേർബിന്റെ ഫസ്റ്റ് ഫോം, പിന്നെ ഒബ്ജക്റ്റ്, ടൈം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് നീന്താൻ കഴിയും. അപ്പോൾ കഴിയും എന്നുള്ള മീനിങ് ആണ് ആര് തരുന്നത്? ക്യാൻ തരുന്നത്. സോ ഐ ക്യാൻ സ്വിം. അപ്പോൾ ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇട്ടു, പിന്നെ ഓക്സിലറിയുടെ പ്ലേസിൽ ആരിട്ടു? ക്യാൻ ഇട്ടു. സോ എന്താണ് സബ്ജക്റ്റ്, ഓക്സിലറി, പിന്നെ V1 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നീന്താൻ എന്നുള്ള എൻ്റെ V1 ആണ് സ്വിം. സോ ഐ ക്യാൻ സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ കഴിയും. പിന്നെ ഒബ്ജക്റ്റ്, ടൈം, ഓപ്ഷണൽ ആയാലും നമ്മൾ യൂസ് ചെയ്തില്ല. സോ ഐ ക്യാൻ സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ കഴിയും. ഇനി അടുത്തൊരു സാധനം നോക്കാം. സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ് 1. സോ ഷീ ക്യാൻ കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കാറുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇൻ ദ സ്റ്റോർ. അതായത് സ്റ്റോറിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, ബട്ട് യു ക്യാൻ, ഇവിടെ നോക്കിക്കോ, യു ക്യാൻ ബൈ ഇറ്റ് ഓൺലൈൻ. യു ക്യാൻ ബൈ ഇറ്റ് ഓൺലൈൻ. അപ്പോൾ സബ്ജക്റ്റ്, ഓക്സിലറി, V1. സോ യു ക്യാൻ ബൈ ഇറ്റ്, പിന്നെ ഒബ്ജക്റ്റ് അങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ യു ക്യാൻ ബൈ ഇറ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നാണ് അതിൻ്റെ മീനിങ് വന്നേക്കുന്നത്. ക്ലിയർ അല്ലേ? സോ അതാണ് നമ്മുടെ എബിലിറ്റിയുടെ കേസ് വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, അപ്പോൾ എബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയും, അവനക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതാണ് എബിലിറ്റിനെ കുറിച്ച് പറയാൻ, അവൻ്റെ എബിലിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പോസിബിലിറ്റിനെ കുറിച്ച് പറയാൻ. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ അത് എക്സ്പെൻസീവ് ആയിരിക്കാം, അവിടെ ട്രാഫിക് ഉണ്ടായിരിക്കാം, രാവിലെ നല്ല ട്രാഫിക് ഉണ്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കാം. ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള പോസിബിലിറ്റിനെ കുറിച്ച് പറയാനും വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യും? ക്യാൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അത് എക്സ്പെൻസീവ് ആയിരിക്കാം, അതെങ്ങനെ പറയാം? ഇറ്റ് ക്യാൻ ബി. ഇത് എക്സ്പെൻസീവ് ആയിരിക്കാം. അപ്പം നമ്മൾ ഒരു സാധനം എടുത്തിട്ട് പറയുകയാണ് ഇത് എക്സ്പെൻസീവ് ആയിരിക്കാം. അപ്പോൾ അതെങ്ങനെ പറയും? ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി. അപ്പോൾ ഇറ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, പിന്നെ നമ്മൾ ഓക്സിലറിയുടെ സ്ഥാനത്ത് ക്യാൻ യൂസ് ചെയ്തു. പിന്നെ ആകുക എന്നുള്ള മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ ആകുക, ബീന് അങ്ങനെയൊക്കെ വരുന്ന സാധനമില്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ബി, അതാണ് V1 ആണ് യൂസ് ചെയ്തേക്കുന്നത്. V1 ആണ് ബി എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി, പിന്നെ നമ്മുടെ എന്തായിരിക്കുക എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ് ആണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആയിരിക്കാം. അതുപോലെ തന്നെ ട്രാഫിക്, അപ്പോൾ സബ്ജക്റ്റിന് സ്ഥാനത്ത് ട്രാഫിക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ട്രാഫിക് ക്യാൻ ബി ഹെവി ഇൻ ദ മോർണിംഗ്. അപ്പോൾ സബ്ജക്റ്റ് ഓക്സിലറിയുടെ സ്ഥാനത്ത് ഇത് യൂസ് ചെയ്തു, പിന്നെ V1 സ്ഥാനത്ത് യൂസ് ചെയ്തു, പിന്നെ ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്തു. സോ ട്രാഫിക് ക്യാൻ ബി ഹെവി ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ട്രാഫിക് നല്ല കൂടുതലായിരിക്കാം എന്നാണ് മീനിങ് വരുന്നത്. സോ ട്രാഫിക് ക്യാൻ ബി ഹെവി ഇൻ ദ മോർണിംഗ്. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി? എബിലിറ്റി പറയാൻ, അവനക്ക് അത് ചെയ്യാൻ കഴിയും, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് എബിലിറ്റി പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത് നമുക്ക് പോസിബിലിറ്റി പറയാം, ജനറൽ ആയിട്ടുള്ള പോസിബിലിറ്റി. അത് എക്സ്പെൻസീവ് ആയിരിക്കാം, ജനറൽ ആയിട്ടുള്ള പോസിബിലിറ്റി ആണ് കേട്ടോ. അത് എക്സ്പെൻസീവ് ആയിരിക്കാം, ട്രാഫിക് നല്ല കൂടുതലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മൂന്നാമത്തെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, പെർമിഷൻസ് കൊടുക്കാന്ന് പറയുമ്പോൾ നിനക്കിത് ചെയ്യാമെന്ന് പറയാൻ വേണ്ടി നിനക്കിത് ചെയ്യാം, അത് ചെയ്യാമെന്നൊക്കെ പറയില്ലേ. ഫോർ എക്സാമ്പിൾ നിനക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിനക്ക് ഇവിടെ ഇരിക്കാം, നിനക്കിത് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ളൊരു മീനിങ്. സോ യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, ഓക്സിലറി, വേർബ്, പിന്നെ ആ ഒരു ഒബ്ജക്റ്റ്. സോ യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് പറയുന്നത് നിനക്ക് ഇവിടെ ഇരിക്കാം. യു ക്യാൻ സിറ്റ് ഹിയർ, നിനക്ക് ഇവിടെ ഇരിക്കാം. ഇനിയിപ്പോൾ യു ക്യാൻ യൂസ് മൈ ഫോൺ, നിനക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാം. അപ്പോൾ പെർമിഷൻ കൊടുക്കുകയാണ്. യു ക്യാൻ യൂസ് മൈ ഫോൺ എന്ന് പറഞ്ഞാൽ നിനക്ക് എൻ്റെ ഫോൺ ചെയ്യാം. എക്സാക്ട് നമുക്ക് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിനക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാം. സോ യു ക്യാൻ യൂസ് മൈ ഫോൺ, നിനക്ക് എൻ്റെ ഫോൺ യൂസ് ചെയ്യാം. യു ക്യാൻ ഗോ ഹോം നൗ, നിനക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്താണ്? പെർമിഷൻ കൊടുക്കുകയാണ്. നിനക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകാം, പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ പെർമിഷൻ കൊടുക്കാൻ, അപ്പോൾ 3 യൂസ് കേസ് പഠിച്ചില്ലേ? എബിലിറ്റി, പോസിബിലിറ്റി, പിന്നെ പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇനി പെർമിഷൻസ് ചോദിക്കാനും, അതായത് റിക്വസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ
ഇത് യൂസ് ചെയ്യുന്നത്. 4 യൂസ് കേസ് ആണ്. അപ്പോൾ അടുത്ത റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ലേ. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ചോദിക്കണം. ക്വസ്റ്റ്യൻ ഫോർമാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്സിലറിനെ പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിൽ കിട്ടാൽ മതി. സോ കെൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര പൊളൈറ്റ് അല്ല. കാഷ്വലായിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ക്യാൻ യൂസ് ചെയ്യുക. സോ കെൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, നിങ്ങൾക്ക് എന്നെ ഇതിലൊന്ന് ഹെൽപ്പ് ചെയ്യാവോ. അപ്പോൾ ചെയ്യാൻ കഴിയുമോ. നിങ്ങൾക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കഴിയും എന്നുള്ള കാര്യം മാത്രം, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെന്ന് മാത്രം ഓർത്ത് വെച്ചിട്ട് കെൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയോ എന്നുള്ള ലെവലിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, റിക്വസ്റ്റ് ചോദിക്കാമെന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കെൻ യു ഹെൽപ്പ് മീയുടെ എക്സാക്ട് മീനിങ് ചെയ്യാമോ എന്നുള്ളൊരു മീനിങ് ആണ്. കെൻ യു ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാമോ. കെൻ ഐ കം ഇൻ, എനിക്കൊന്ന് വരാമോ എന്നാണ് മീനിങ്. ഇനിയിപ്പം വരാമോ ഇങ്ങനെ റിക്വസ്റ്റ് ഒന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിയുമെന്ന് മാത്രം ഓർത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയോ എന്നുള്ള ലെവൽ ആലോചിച്ച് വെച്ചാൽ മതി. സോ ക്യാൻ ഐ കം ഇൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാമോ എന്നാണ് എക്സാക്ട് മീനിങ് വരുന്നത്. എനിക്ക് അങ്ങോട്ട് വരാമോ. അതുപോലെ തന്നെ കെൻ യു സേ ഇറ്റ് അഗൈൻ, നിങ്ങൾക്ക് അതൊന്നും കൂടി പറയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കൂടി പറയാമോ എന്നാണ് അതിൻ്റെ എക്സാക്ട് മീനിങ് വരുന്നത്. സോ ക്യാൻ ഐ ആസ്ക് യു സംതിങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ട്സിനെ ചോദിക്കുന്നത്. ക്യാൻ ഐ ആസ്ക് യു സംതിങ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നൊരു പെർമിഷൻ ചോദിക്കുന്നതാണ് എന്ത്, ക്യാൻ യു ആസ്ക് യു സംതിങ്. അപ്പം 4 യൂസ് കേസ് ആണ് ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിളാണ്, ഇത് അത്ര കോംപ്ലക്സ് ഒന്നുമല്ല. ഫസ്റ്റ് എബിലിറ്റി, ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് പോസിബിലിറ്റി, അതായത് അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയാൻ വേണ്ടി, പോസിബിലിറ്റീസ് പറയാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത് പെർമിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നാലാമത്തത് പെർമിഷൻ ചോദിക്കാൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. പിന്നെ ഈ എല്ലാ സാധനത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ സിം എന്നുള്ളത് ക്യാൻ്റെ ശേഷം നോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, ഓക്സിലറിയുടെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഐ കാൺ സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിം ചെയ്യാൻ കഴിയില്ല. ഐ കാൺ സിം എന്ന് പറഞ്ഞാൽ എനിക്ക് സിം ചെയ്യാൻ കഴിയില്ല എന്ന് നെഗറ്റീവ് ആക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഷീ ഖാൻ കുക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല. മേ ബി അവളെ കൈ എന്തെങ്കിലും ഒടിഞ്ഞിരിക്കുകയായിരിക്കും, അപ്പോൾ അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല. സോ ഷീ ഖാൻ കുക്ക് എന്ന്. ഷീ ക്യാൻ നോട്ട് ആണ്. കാൺ എന്നുള്ളത് ക്യാൻ്റെ ബാക്കിൽ നോട്ട് ഇട്ടിട്ട് ക്യാൻ നോട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുന്നത് ഷീ ക്യാൻ കുക്ക്, അപ്പോൾ ക്യാൻ നോട്ട് കുക്ക് എന്നുള്ളതിനെ ഒരുമിച്ച് എഴുതുന്നതാണ് എന്ത്, കാൺഡ്. സോ ഷി കാൺ കുക്ക് എന്ന് പറയുന്നതും ഷി ക്യാൻ നോട്ട് കുക്ക് എന്ന് പറയുന്നതും സെയിം ആണ്, അതായത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഷി ക്യാൻ കുക്ക്. ഷി കാൺ കുക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ആ ക്യാൻ എടുത്ത് ഫ്രണ്ടിൽ കിട്ടാൽ മതി. സോ ക്യാൻ ഷി കുക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ക്യാൻ യു സിം, നിങ്ങൾക്ക് ക്യാൻ യു സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ക്യാനെ പിടിച്ച് നേരെ ഫ്രണ്ടിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയി. സോ ക്യാൻ യു സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, നെഗറ്റീവ് ഉണ്ടാക്കാൻ മനസ്സിലായി. നെഗറ്റീവ് ഇവിടെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ കാൺ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിയും അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റും. അപ്പോൾ പറ്റും, സാധിക്കും, കഴിയും ഇതൊക്കെ സെയിം ആണ് കേട്ടോ. പല ഡിക്ഷണറിയിലും പല സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാവും. കഴിയും, സാധിക്കും, പറ്റും ഇതൊക്കെ സെയിം ആണ്. അപ്പോൾ അതൊക്കെ എബിലിറ്റി തന്നെയാണ്. സോ ഐ ക്യാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കും, കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പറ്റും, എനിക്ക് ഉറങ്ങാൻ പറ്റും. ഐ ക്യാൻ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഐ കാൺ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സാധനമാണ്. ഐ കാൺ സ്ലീപ്പ്, യുനോ ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ മൈൻഡ്, എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ട്. ഐ കാൺ സ്ലീപ്പ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അതാണ് ഐ കാൺ സ്ലീപ്പ്. പിന്നെ വി കാൺ ഫിനിഷ് ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഇന്ന് ചെയ്ത് തീർക്കാൻ കഴിയില്ല. ഫിനിഷ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കാൻ. സോ അത് ഞങ്ങൾക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. സോ വി കാൺ ഫിനിഷ് ഇറ്റ് ടുഡേ, ഇത് ഞങ്ങൾക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ വി കാൺ ഫിനിഷ് ഇറ്റ് ടുഡേ എന്ന് നമ്മൾ പറയില്ലേ, ഒരു ഡിസ്ക്ലൈമർ ഒക്കെ ഇല്ലേ. അപ്പോൾ അതാണ് വി കാൺ ഫിനിഷ് ഇറ്റ് ടുഡേ, നമുക്കിന്ന് ചെയ്ത് തീർക്കാൻ കഴിയില്ല. ആൻഡ് ഐ കാൺ ഫൈൻഡ് മൈ കീസ്, ഇത് എനിക്കൊക്കെ എപ്പോഴും ഉണ്ടാവണേ. ഞാൻ എൻ്റെ നമ്മളെ കാറിൻ്റെ കീയും ബൈക്കിൻ്റെ കീയും ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയും കാൺ ഫൈൻഡ് മൈ കീസ്, എൻ്റെ കീ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, സോ ഞാൻ ആ പരിപാടിക്ക് വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ അതാണ് ഐ കാൺ ഫൈൻഡ് മൈ കീസ്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെഗറ്റീവ് ആക്കാൻ പഠിച്ചു. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ക്യാനെ പിടിച്ച് ഇപ്പുറത്ത് മതി. സോ ക്യാൻ യു സിം, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ക്യാൻ യു സിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്താൻ കഴിയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരാളുടെ എബിലിറ്റീനെ ചോദ്യം ചെയ്യണം, കൂടുതലും എബിലിറ്റീനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാം. സോ ക്യാൻ യു സിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ കഴിയുമോ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈമിലും ഇതൊരു റിക്വസ്റ്റ് ആയി മാറാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെയും കൂടുതൽ മീനിങ് വരുന്നത് ചെയ്യാമോ, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് ഒരു മീനിങ് വരാം. അപ്പോൾ രണ്ട് രീതിക്കും ക്വസ്റ്റ്യൻ വരും, കോണ്ടക്സ്റ്റ് അനുസരിച്ച് ഇത് മാറും. അപ്പോൾ അത് മനസ്സിലാക്കുക. ക്യാൻ യു സ്വിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഴിയുമോ എന്നുള്ളത് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കഴിയുമോ എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. സോ ക്യാൻ യു സ്വിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ഓർത്ത് വെക്കാം, ഇനിയിപ്പോൾ ഡിഫിക്കൽട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അതാണ് ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ട് രീതിക്കും വരും. എബിലിറ്റീനെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എബിലിറ്റീനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ പോസിബിലിറ്റിനെ ചോദ്യം ചെയ്യാനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കൂടുതൽ കോമൺ ആയിട്ടുള്ളത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഒരു കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഫസ്റ്റ് തോന്നും, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കുറേ എക്സാമ്പിളിൽ കൂടെ നിങ്ങൾ പോയി വരുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ കുറച്ച് എഫേർട്ട് ഇട്ട് വർക്കൗട്ട് ചെയ്തോട്ടെ, അതാണ് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. സോ ക്യാന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ, കുഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പഠിപ്പിച്ചില്ലേ, ഈ സെയിം സാധനം തന്നെയാണ് കുഡിൽ വരുന്നത്. കുഡിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഡിൻ്റെ യൂസ് കേസ് ഞാൻ പറഞ്ഞുതരാം. കുഡ് എന്ന് പറയുന്നത് ക്യാനിൻ്റെ ഒരു പാസ്റ്റ് ആയിട്ട് നമുക്ക് കുഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാൻ എന്ന് പറയുന്നത് അത്ര പൊളൈറ്റ് അല്ല, കുറച്ച് കാഷ്വൽ ആണ്. എന്നാൽ കുഡ് എന്ന് പറയുന്നത് ഭയങ്കര പൊളൈറ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്, എബിലിറ്റി, പിന്നെ പോസിബിലിറ്റി, പെർമിഷൻ, റിക്വസ്റ്റ്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്നാൽ ഇവിടെ എബിലിറ്റിയുടെ കേസ് വരുമ്പോൾ പാസ്റ്റിലെ എബിലിറ്റിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ചെയ്യാൻ കഴിയും എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുഡ് വരുന്ന സമയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു, അതായത് പാസ്റ്റിൽ അവനക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. പാസ്റ്റിൽ എബിലിറ്റിയാണ് അവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. ചാച്ചിപ്പിയുടെ കാര്യങ്ങൾ, അതായത് ഇവിടെ മീനിങ് ഇതാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് സ്വിം ചെയ്യാൻ പറ്റരുത്. 5 വയസ്സുള്ളപ്പോൾ എനിക്ക് സ്വിം ചെയ്യാൻ പറ്റുന്നു എന്നായിരുന്നു ഇവിടെ മീനിങ് വരുന്നത്. ചാച്ചിപ്പിടി പറഞ്ഞത്. പക്ഷേ ഇറ്റ് മേക്ക് സെൻസ്, ബിക്കോസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഒരു പെണ്ണ് പറയണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛൻ പിടിച്ചിട്ട് എന്നെ 2 വയസ്സുള്ളപ്പോൾ സ്വിമ്മിംഗ് പൂളിലിട്ട് ഞാൻ നീന്തിപ്പോയി എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു സംഭവം. അപ്പോൾ ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5, ഞാൻ 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു, പാസ്റ്റിൽ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ എക്സാമ്പിൾ റിഡിക്കുലസ് ആണ്, അപ്പോൾ അതിലേക്ക് പോകണ്ട. വേറെ എക്സാമ്പിൾസ് നോക്ക്. ഹി കുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഹി വാസ് കിഡ്, അതായത് അവൻ കുട്ടിയായിരുന്നപ്പോൾ, ഇപ്പോൾ ഒരു തന്തമാരൊക്കെ ഇരുന്നിട്ട് പറയില്ലേ, ഇപ്പം എൻ്റെ വാപ്പ ഇരുന്നിട്ട് വാപ്പാടിക്കാനെ കുറിച്ച് പറയും, പുള്ളി പണ്ട് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയാറില്ല. അപ്പോൾ അതുപോലെ ഹി കുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഹി വാസ് എ കിഡ്, അതായത് അവൻ കുട്ടിയായിരുന്നപ്പോൾ അവൻ നല്ല ഫാസ്റ്റിൽ ഓടാൻ പറ്റിയിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഹി കുഡ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹി കുഡ് റൺ വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻക്ക് ഭയങ്കര ഫാസ്റ്റിൽ ഓടാൻ കഴിയുമായിരുന്നു, പാസ്റ്റിൽ കഴിയുമായിരുന്നു എന്നാണ് മീനിങ് വരുന്നത്. ഇനി ദേ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ, ദേ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറ്റുന്നില്ല, ഇപ്പോൾ മേ ബി പറ്റുന്നുണ്ടാവില്ല, മേ ബി ആ പ്രാക്ടീസ് ഒക്കെ ചെയ്യാണ്ട് അത് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ദേ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ പാസ്റ്റിലുള്ള എബിലിറ്റി, ഇപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാസ്റ്റിലെ എബിലിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കുഡ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റിലെ എബിലിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കുഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് പോസിബിലിറ്റിയുടെ കേസ് ഇവിടെ ഉണ്ട്. ഇവിടെയും പോസിബിലിറ്റിയിൽ എന്ന് പറയുമ്പോൾ പാസ്റ്റും ഫ്യൂച്ചറും ഒന്നും ഇല്ല കേട്ടോ. പോസിബിലിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഇവിടെയും പോസിബിലിറ്റിയാണ്, ഇവിടെയും പോസിബിലിറ്റിയാണ്. എന്താണ് പോസിബിലിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ജനറൽ പോസിബിലിറ്റി പറയാൻ വേണ്ടിയാണ്, ജനറൽ ആയിട്ട് അങ്ങനെ ആയിരിക്കും. അതായത് പോസിബിലിറ്റി കുറച്ച് കൂടുതലാണ്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറച്ച് കൂടുതലാണ്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് വീക്കർ പോസിബിലിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ദാറ്റ് കുഡ് ബി ഹിസ് ബാഗ്, ദാറ്റ് കുഡ് ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കും. പോസിബിലിറ്റി കുറവാണ്, ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആയിരിക്കാം തന്നെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്, ഇതിൻ്റെ മീനിങ് വരുന്നത് ആയിരിക്കാം തന്നെയാണ്. അപ്പോൾ മുന്നേ ക്യാൻ യൂസ് ചെയ്തപ്പോൾ ആയിരിക്കാം തന്നെയാണ് മീനിങ്, ഇവിടെയും ആയിരിക്കാം തന്നെ മീനിങ്. പക്ഷേ ഇവിടെ പോസിബിലിറ്റി കുറവാണ്, ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ദാറ്റ് കുഡ് ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം. പക്ഷേ ഞാൻ പറയാണ് ദാറ്റ് ക്യാൻ ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം, കുറച്ചും കൂടി പോസിബിലിറ്റി കൂടുതലാണ്. അത് അവൻ്റെ ബാഗ് ആയിരിക്കാം, ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം. ഇതാണ് ഡിഫറൻസ്. സോ ദാറ്റ് ക്യാൻ ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഹിസ് ബാഗ്, അത് അവൻ്റെ ബാഗ് ആയിരിക്കാം. ദാറ്റ് കുഡ് ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം. അതാണ് ഡിഫറൻസ്. ഓക്കെ, ഇനി ഹി കുഡ് ബി റൈറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ശരിയായിരിക്കാം, അവൻ പറഞ്ഞത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ അവൻ ചെയ്തത് ശരിയായിരിക്കാം എന്നൊക്കെ പറയില്ലേ. ഹി കുഡ് ബി റൈറ്റ്, അവൻ ശരിയായിരിക്കാം എന്നുള്ളൊരു മീനിങ് ആണ് ഹി കുഡ് ബി റൈറ്റ്. അപ്പോൾ അതാണ് ബേസിക്കലി ഡിഫറൻസ്. പോസിബിലിറ്റിയുടെ കേസ് വരുമ്പോൾ ഇവിടെ ജനറൽ പോസിബിലിറ്റി കുറച്ച് പോസിബിലിറ്റി കൂടുതലാണ്, എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വീക്ക് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി, ഇവിടെ കോമൺ ആയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ആണ്. എന്നാൽ ഇവിടെ കുറച്ച് വീക്ക് പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ രണ്ടാമത് കുഡ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ യൂസ് കേസിലേക്ക് വരുമ്പോൾ ഇവിടെ പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള ആളാണ്. ഇവിടെ നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുഡ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയുക, അഡ്വൈസ് അല്ല, ഒരു സജഷൻ കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കി നോക്കും, യു കുഡ് ലീവ് നൗ,
നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ചെയ്യാമെന്നാണ്. ഇവിടെ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, ഇവിടെ ഒരു സജഷൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ പെർമിഷൻ ആകുമ്പോൾ ഇവിടെ സജഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറയുമ്പോൾ യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിവിടെ ഇരിക്കാം, ഒരു പെർമിഷൻ കൊടുക്കണം, നിനക്ക് ഇവിടെ ഇരിക്കാം. എന്നാൽ ഇവിടെ യു കുഡ് സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം എന്നുള്ള ഒരു സജഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ യു കുഡ് ഗോ ഫോർ എ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കുഡ് ഗോ ഫോർ എ മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ സജസ്റ്റ് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു മൂവിക്ക് പോകാം, നമുക്കത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു മൂവിക്ക് പോകാം, സജഷനാണ്. യു കുഡ് ലീവ് നൗ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ പോകാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആലിയൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും ആലിയ അടുത്ത് നിനക്ക് വേണമെങ്കിൽ പോകാം, യു കുഡ് ലീവ് നൗ. അപ്പോൾ ഒരു സജഷനാണ്, നിനക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ള ഒരു സജഷനാണ് അവിടെ കൊടുക്കുന്നത്. യു ക്യാൻ ഗോ നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിഷനാണ് കൊടുക്കുന്നത്, നിനക്ക് പോകാം. ഇവിടെ നിനക്ക് വേണമെങ്കിൽ പോകാം എന്നുള്ളൊരു സജഷനാണ് കൊടുക്കുന്നത്. സോ വി കുഡ് ട്രൈ അനദർ റെസ്റ്റോറൻറ്റ്, നമുക്ക് വേണമെങ്കിൽ വേറൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാം എന്നുള്ളൊരു സജഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സജഷനും പെർമിഷനാണ് അവിടെ വ്യത്യാസം വരുന്നത്, കാരണം കുഡ് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടുള്ള ആളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാനും യൂസ് ചെയ്യും, കുഡും റിക്വസ്റ്റിനും യൂസ് ചെയ്യും. പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്യാൻ യൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക കാഷ്വൽ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ചോദിക്കൂലേ, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുക. എന്നാൽ ഒരു കോർപ്പറേറ്റ് സ്പേസ് അല്ലെങ്കിൽ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്, കുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, കെൻ യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെയും സെയിം തന്നെയാണ്, പക്ഷെ ഭയങ്കര പൊളൈറ്റ് ആണ്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നുള്ളൊരു പൊളൈറ്റ്നെസ്സോട് കൂടി ചോദിക്കുന്നതാണ് കുഡ്. അപ്പോൾ കുഡ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം, പൊളൈറ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഒക്കേഷനിലാണെന്നുണ്ടെങ്കിൽ കുഡ് തന്നെ യൂസ് ചെയ്യുക. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, കുഡ് യു സേ ദാറ്റ് അഗൈൻ, നിങ്ങൾക്ക് അതൊന്നും കൂടി പറയാമോ, അതൊന്നും കൂടി പ്ലീസ് അതൊന്നും കൂടി ഒന്ന് പറയാമോ എന്നുള്ള ലെവലിൽ വളരെ പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. കുഡ് യു ഓപ്പൺ ദ ഡോർ ഫോർ മീ, നിങ്ങൾക്ക് അത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാവോ എന്നാണ് ഇവിടെ മീനിങ് വരുന്നത്. പിന്നെ സിമിലർ ആയിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കുഡിൻ്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അതിനെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ കുഡിൻ്റെ കിട്ടും. സോ ഐ കുഡന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് നൈറ്റ് ഉറങ്ങാൻ പറ്റിയില്ല, അതായത് പാസ്റ്റിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കട്ടെ, ഇവിടെ ഞാൻ ഡിഫറൻസ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഐ കാൺട്ട് സ്ലീപ്പ് യുനോ ഐ ഹാഡ് എ ലോട്ട് ഓൺ മൈ ഹെഡ്, ഐ കാൺട്ട് സ്ലീപ്പ്, എനിക്ക് എൻ്റെ തലയിൽ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്, എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഐ കുഡന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്റ്റ് ആണ്, ക്യാനിൻ്റെ പാസ്റ്റ് ആണ് കുഡ്. അതുകൊണ്ട് ഇതിൻ്റെ മീനിങ് വരുന്നത് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല, അപ്പോൾ പാസ്റ്റിൽ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സാധനമാണ് കുഡ്. സോ എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്, ഐ കുഡന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് യുനോ. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം. I had a lot on my head, അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇവിടെ a lot of things are going on in my head, so I can't sleep. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റും, കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. I had a lot on my mind, അതായത് അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സോ I couldn't sleep last night. അപ്പോൾ അതാണ് ഡിഫറൻസ്. പിന്നെ we couldn't finish it yesterday, അതായത് ഞങ്ങൾക്ക് ഇവിടെ നോക്കുക, we can't finish it today, ഞങ്ങൾക്ക് ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇന്നലെ വി കുറിൻ ഫിനിഷ് ഇറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് പാസ്റ്റിൽ, ഇത് പ്രസൻറ്റിൽ. സോ ഐ കാൺ ഫൈൻഡ് മൈ കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കീസ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഐ കുറിൻ ഫൈൻഡ് മൈ കീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കഴിയുന്നില്ല. ഐ കാൺ ഫൈൻഡ് മൈ കീസ്, എനിക്ക് എൻ്റെ കീ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നാണ് ഇതിൻ്റെ മീനിങ്. എന്നാൽ ഇവിടെ കഴിഞ്ഞില്ല പാസ്റ്റിൽ, ഐ കുഡന്റ് ഫൈൻഡ് മൈ കീസ്, അതായത് എൻ്റെ കീസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ പാർട്ടിക്ക് വരാഞ്ഞേ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അതാണ് ഈ സംഭവം. ഇനി ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണല്ലോ, ആ കുഡിനെ പിടിച്ചിട്ട് ഓക്സിജൻ പിടിച്ച് ഫ്രണ്ടിൽ കിട്ടാൽ മതി. അപ്പോൾ ക്യാൻ യു സിം, അതുപോലെ തന്നെ ക്യാൻ യു സിം യൂസ് ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ ഒരു എബിലിറ്റീനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഈ എല്ലാ യൂസ് കേസിലും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുഡ് യു ഹിയർ മീ, അതായത് നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ. അപ്പോൾ പാസ്റ്റിൽ ഒരു എബിലിറ്റീനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുഡ് യു ഹിയർ മീ അല്ലെങ്കിൽ കുഡ് യു സീ ദ സ്ക്രീൻ, നിങ്ങൾക്ക് സ്ക്രീൻ കണ്ടിരുന്നോ എന്നുള്ള, പാസ്റ്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല കുഡ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാറ്. കുഡ് വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക റിക്വസ്റ്റ് ചെയ്യാനായിട്ട്, പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ഫസ്റ്റ് തോന്നും. ഈ ഒരു പ്രാക്ടീസ് ഷീറ്റ്, നിങ്ങളുടെ പ്രാക്ടീസ് ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളെ കോമൺ ആയിട്ടുള്ള സംഭവം ഏത്, അത് റീഡ് ചെയ്തിടുക. കുറേ എക്സാമ്പിളിൽ കൂടെ നിങ്ങളതായ കുറേ എക്സാമ്പിൾസ് നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആവും, എല്ലാ എഡ്ജ് കേസസ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് പ്രാക്ടീസ് ചെയ്തിട്ട് ബാക്കി എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമുക്ക് ലൈവിൽ കവർ ചെയ്യാം. അപ്പോൾ
എടാ ഒരു ചെറിയ സംഭവം മറന്നുപോയി, നമ്മളെ ഞഞ്ഞോളപ്പോലുള്ളവരൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഒരു സാധനം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാനിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എബിലിറ്റിയിൽ വരുമ്പോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ എനിക്കത് ചെയ്യാൻ കഴിയും, അവർക്ക് സിം ചെയ്യാൻ കഴിയും, എനിക്ക് നല്ല രീതിക്ക് എഴുതാൻ കഴിയും, എനിക്ക് നല്ല രീതിക്ക് പഠിപ്പിക്കാൻ കഴിയും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ക്യാന്. എന്നാൽ കുഡ് വരുമ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നു, അതായത് പാസ്റ്റിൽ ചെയ്യാൻ കഴിയുമായിരുന്നു, അവനക്ക് നല്ല രീതിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുമായിരുന്നു, അവൻ നല്ല രീതിക്ക് ഓടാൻ കഴിയുമായിരുന്നു എന്നൊക്കെ തള്ളുന്ന ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന കളന്മാർക്ക് ഇരുന്നിട്ട് അറിയാറില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നു, ഇങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കുഡ്. അപ്പോൾ അതാണ് നമ്മളുടെ എബിലിറ്റിയുടെ കേസിൽ. അപ്പോൾ ക്യാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിവുണ്ട്, എന്നാൽ കുഡ് എന്ന് പറയുമ്പോൾ മുന്നാണ് ആ കഴിവുണ്ടായിരുന്നത്, ഇപ്പം ഇല്ല. ഓക്കെ, അടുത്ത പോസിബിലിറ്റിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിബിലിറ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ക്യാൻ യൂസ് ചെയ്തിട്ടാണ് പോസിബിലിറ്റി പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ വേണ്ടി, ഇത് എക്സ്പെൻസീവ് ആയിരിക്കാം, അത് എക്സ്പെൻസീവ് ആയിരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോസിബിലിറ്റിയുടെ കേസിൽ വരുമ്പോൾ. എന്നാൽ കുഡ് വെച്ചിട്ടാണ് പോസിബിലിറ്റി പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇറ്റ് കുഡ് ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം എന്നാണ് മീനിങ്. എന്നാൽ ഇറ്റ് ക്യാൻ ബി ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ബാഗ് ആയിരിക്കാം, കുറച്ചും കൂടി പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പോസിബിലിറ്റി കൂടുതൽ ക്യാനിലാണ്, പോസിബിലിറ്റി കുറച്ച് കുറവാണ് എന്തിൽ, കുഡിൽ. രണ്ടിൻ്റെ മീനിങ് ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു മീനിങ് ആണ് രണ്ടിനും വരുന്നത്. ആൻഡ് അടുത്തൊരു സാധനം എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ ക്യാൻ എന്ന് പറഞ്ഞാൽ പൊതുവായൊരു സാധ്യതയാണ് പറയുന്നത്, കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, കുറവ് സാധ്യതയാണ് അവിടെ ഉള്ളത്. ആൻഡ് പെർമിഷൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്, പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ ക്യാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നിനക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ട്, അനുവാദം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ക്യാൻ യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് കുഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടുള്ള ആളുണ്ട്, സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് വി കുഡ് ട്രൈ ദിസ് റെസ്റ്റോറൻറ്റ്, അതായത് നമുക്ക് വേണമെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്താലോ എന്നൊരു മീനിങ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരെണ്ണം മനസ്സിലാക്കി വെച്ചാൽ മതി, ചെയ്യാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ള ലെവലിൽ ഒരു സജഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റിക്വസ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ക്യാൻ യൂസ് ചെയ്തിട്ടാണ് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര പൊളൈറ്റ് അല്ല, കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ കുഡ് വെച്ചിട്ടാണ് റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു ഫൈനൽ തിങ്ക്. അപ്പോൾ ബൈ.